ജീവിതത്തിൻ്റെ പിടിവള്ളി ദൈവമാണ്. ഉടമ്പടിയുടെ റോൾ അതാണ്. ഒരു പിടിവള്ളിയുമില്ല. മനുഷ്യൻ്റെ പിടിവള്ളി എല്ലാം പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മ കൈ നീട്ടി തരും. ഇങ്ങോട്ട്, ഇതാണ് എൻ്റെ പിടിവള്ളി, നീ ഒഴുകി കടലിലോട്ട് പോകണ്ട, ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമാണ്. ഒരു പിടിവള്ളിയും ഇല്ലാതിരിക്കുന്നവനെ ഒരു കൈ നീട്ടി കൊടുക്കുക. നമ്മൾ ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 7:11. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പ്രൈസ് ദി ലോർഡ്. കുറേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട്, അത് നിസ്സാര കാര്യമല്ല. നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലായിപ്പോവും. നമ്മുടെ മെറിറ്റ് 0 ആയിപ്പോവും. അതാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. മറ്റുള്ളവർ എടുത്തുകൊണ്ട്, ഇപ്പോൾ സാമ്പത്തികമായി ആരെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായാലും ശരി, ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ ഉണ്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല, അത് അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ 2 കാര്യം ചെയ്യും. ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയ ആശുപത്രിയിലോട്ട് പോകാൻ പറയും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല, അപ്പം നമ്മൾ പ്രതിയാവും. ഡോക്ടറിനതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവരും ചില സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന കാണാം. അവിടെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത്. ഏഞ്ചൽ ചാലക്കുടിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ സ്ഥലം കഴിഞ്ഞത് അറിഞ്ഞില്ല. സ്ഥലം കഴിയുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഉതച്ചു പോയി. പിന്നെ ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു. കാല് ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ. കാല് ഓക്കെയാണ്, അവർ സ്കാൻ ചെയ്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുഖപ്പെട്ടു. പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തരം ആശുപത്രിയിലോട്ട് പോകും. മേൽത്തരം ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കഠോര വേദനയാണ്. ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല, ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ്. ഇപ്പോൾ വേദന സഹിച്ച് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല. വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല, കാല് കുത്താൻ പറ്റണില്ല.
അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേക്കുമ്പോൾ ഏഞ്ചൽ പറയാം, അമ്മ തേച്ചിട്ട് പോയിക്കോ, തിരുമാൻ നിൽക്കണ്ടെന്ന് പറയും. കാരണം തിരുമിയ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, തൈലം തേച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച ജീവൻ പോണ അത്രയും പിടച്ചിൽ വേദനയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവളുടെ പരീക്ഷയൊക്കെ വരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് ഒക്കെ മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ച് വരും. അപ്പോഴേ അവൾക്കിട്ട് കണ്ണീരിൽ നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കൂടെ കണ്ണീരിങ്ങനെ വീഴും. എന്നിട്ട് അവൾ ചോദിക്കും, അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുമെന്ന് ചോദിക്കും. ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോവുക, എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ? അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ എന്ന് ഇവൾ അമ്മയോട് ചോദിക്കും. കാര്യം അവൾക്ക് നിൽക്കക്കള്ളിയില്ല, അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാകും. അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ വചനം ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കൊത്തി ചോറായി എടുത്തതാണ് സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും. വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും. അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം പോലെ, ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നത്. കാര്യം സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത്, നമ്മൾ വിശ്വാസത്തിലിങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും. കാര്യം വിശ്വാസം നിസ്സാരമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് സൊല്യൂഷൻ ഫെയ്ത്ത് ഇങ്ങനെ രൂപപ്പെട്ട് വരും. ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത്. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ, 5:6 ഒരു തലഭാര രോഗി കിടക്കണില്ലേ, ആ ഭാഗത്ത് വായിച്ചേ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 5-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ വളരെ നാളായി പറഞ്ഞേ അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെയൊക്കെ ചോദിക്കണ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് ചോദിക്കണത്? ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ. കാര്യം തളർന്ന് കിടന്ന മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല, ആഗ്രഹം മാത്രം മതി. അവിടെ ഇപ്പം തളർന്ന് കിടക്കല്ലേ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എന്താ ചോദിച്ചത്? അപ്പോൾ ദൈവം നമ്മുടെയൊക്കെ ആവശ്യപ്പെടുന്നൊരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ. അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ്? നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത്. അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റ് വൈസ് അത് കുറച്ച്
സീനിയർ ആയിട്ടുള്ള കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പം നീ ഇപ്പം ചിലർ പറയും, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എവിടെയെല്ലാം പോയി, ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു, എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ. വിഡ്ഢി, നീ അങ്ങനെ പറയരുത്. കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി. നീ പോയി കാണുമായിരിക്കും, പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല. വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല. കർത്താവ് എന്താ ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ കർത്താവ് അയാൾ പറയും, ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം, ആരുമില്ല സഹായിക്കാനെന്ന് പറയും. അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റായിട്ടുള്ള സംഭവമാണ്. എനിക്ക് ആഗ്രഹമുണ്ടേ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ, ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നോബഡി ടു ഹെൽപ്പ് മീ. ആരും എന്നെ സഹായിക്കാനില്ല. അത് നമ്മുടെ അവസ്ഥ തന്നെയല്ലേ, ജനലക്ഷങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ. ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് യേശു അറിയാമല്ലോ. ആ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ തലവായ രോഗിയെ ഈശോ ഒരു നിമിത്തമാക്കുകയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. അപ്പൊ ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പം ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല. നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ചില ആൾക്കാർ പറയും 40 വർഷമായി ഞാൻ ഈ വഴിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു, 13 വർഷമായി എനിക്ക് മക്കളില്ല. അപ്പോൾ 13 വർഷമായി മക്കളില്ല, 40 വർഷമായി എനിക്ക് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല, എൻ്റെ പെൺമക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല, വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ്. ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ്. കപ്പയൊക്കെ പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടുപോകുകയില്ലേ, കെട്ട മനസ്സുമായിട്ട് മനുഷ്യനിരിക്കും. അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ, അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ, എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിൻ്റെ ഒരു മെരിട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചോട്ടെ. ആശ്രയം ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിന്റെ ജനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കി. സത്യം പാടുക. യേശുനാമമെന്റെ ആശ്രയം ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിന്റെ ജനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കി. ദൈവസ്നേഹമാണ് ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ്. ദൈവസ്നേഹവും വിശ്വാസവും തമ്മിൽ. വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവസ്നേഹം പെട്രോളാണ്. പെട്ടെന്ന് കത്തും. ഡീസൽ ഇത്തിരി സമയമെടുക്കും. നിങ്ങൾക്ക് ആദ്യം ദൈവസ്നേഹമാണ് വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യണം, വിശ്വാസം ഷൂട്ടപ്പ് ചെയ്തോളൂ. നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവസ്നേഹം വരത്തുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ
നമ്മൾ ദൈവസ്നേഹത്തെ ഫോക്കസ് ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ പീഡാനുഭവത്തെ പ്രതി, നിന്റെ പീഡാനുഭവത്തെ പ്രതി, കുരിശ് മരണത്തെ പ്രതി, കുരിശു മരണത്തെ പ്രതി ഞാൻ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ ദൈവസ്നേഹത്തെ, ദൈവസ്നേഹമെന്ന പുണ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹരാജാവേ, ഒരുമിച്ച് പാടുക. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ ഈശോയുടെ പ്രസൻറ്റേഷൻ ഭയങ്കര അഭിഷേകം നിറഞ്ഞ കാര്യത്തിൽ ഈ മനുഷ്യൻ 38 വർഷമായി തളർവായ രോഗിയായിട്ട് കിടപ്പിലാണ്. ചില ബൈസ്റ്റാൻഡറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് ഉണ്ടായി കാണും. അവിടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ. ഞാൻ എൻ്റെ മനസ്സിനെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആരുമില്ല എന്ന് തന്നെയാണ്. ആധ്യാത്മികതയുടെ ആദ്യ പാഠം അതാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളത്. ആധ്യാത്മികയുടെ ശത്രു എന്ന് പറയണത് എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന 0- സ്റ്റാറ്റസ് എന്ന് പറയണത്, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യന്മാരുടെ ഒരു കുഴപ്പം ഇത് അംഗീകരിച്ച് കൊടുക്കത്തില്ല. അതാണ് പ്രശ്നം. ഇത് ദൈവതിരുസന്നിധി അംഗീകരിക്കാൻ ഹീസ് നോട്ട് റെഡി, ഷീസ് നോട്ട് റെഡി. ഇത് കാര്യം അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എൻ അവെയർനെസ് ദാറ്റ് വി ആർ സീറോ. എല്ലാവരും ഉണ്ട്, വാട്ടർ എവരിവെയർ ബട്ട് നോ വാട്ടർ ടു ഡ്രിങ്ക്. എല്ലാവരും ഉണ്ട്, പക്ഷെ സമയത്ത് ഉപകരിക്കാൻ പറ്റിയ ആരുമില്ല. അത് ജീവിത പങ്കാളി പോലും അതിന് ഒരു പകരമാണെന്ന് കരുതരുത്. നിങ്ങളെ ഭാര്യയും ഭർത്താവിനും ദേവനാണ് ദേവിയാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് നിങ്ങളെ പട്ടിക്കാടെ കൊണ്ട് എറിയാൻ തോന്നും. എന്താ കാര്യം? ഈ ദേവനിൽ നിന്ന് ദേവിൽ നിന്ന് നിങ്ങൾ ഇന്നലെ നാളെ പണിമെടുക്കുമെന്ന് എനിക്കറിയാം. കാര്യം ഇത് മനുഷ്യരാണ്. ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആവശ്യമില്ലാത്ത എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മനുഷ്യരെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ചിലപ്പോൾ മക്കളെ ചുമന്ന ആൾക്കാർ പെടൽ കണ്ടിച്ച് വീഴും. ഭർത്താവിനെ ചുമന്നവരും ഭാര്യയെ ചുമന്നവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പെടൽ കിഴക്കും, താഴെ വെക്കേണ്ടി വരും. നിങ്ങൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം പ്രാപിക്കരുത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആരെയും ആശ്രയിക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ സ്പേസിൽ ഒരു നിഴൽ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പലക്കും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പേസിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ പലരും ഇരിക്കണത്. ഇത് വലിയൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ്. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് പനി വന്ന്, അപ്പം നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുകയില്ലേ? തള്ളക്ക് പണ്ട് കുർബാനയ്ക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം അതും പറഞ്ഞ് ഭർത്താവിൻ്റെ പനിയും പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. എന്താണ് അയാൾ അവിടെ കിടന്ന് ചോദിക്കുന്നത്? നിനക്ക് ഞാനാണോ വരുന്നത് കുർബാനയാണോ വരുന്നതെന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇട്ടച്ചും പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ വീട്ടിൽ കയറ്റില്ല എന്ത് ചെയ്യും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ മറന്നിട്ട് ഇയാളുടെ കൂടെ നിൽക്കും.
നിൻ്റെ കാര്യത്തെ അപ്പം തീരുമാനമായി. ഈ ജന്മത്ത് നീ പ്രാർത്ഥിച്ചാലും ദൈവം പറയും ഓടരുതമ്മാവ ആളറിയാമെന്ന് പറയും. പിന്നെ ഇപ്പം കാണിക്കണതൊക്കെ കാര്യം കാണാൻ വേണ്ടിയുള്ള കട്ടായങ്ങളാണ്. ഇതൊന്നും സത്യസന്ധമായ ദൈവത്തിൽ വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനങ്ങളാണിത്, അത് ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം. കാര്യം നീ ദൈവത്തെ തക്ക സമയത്ത് കൈവിട്ട് കളയുന്ന ആളാണെന്ന് തോന്നിയാൽ ദൈവം എന്ത് ചെയ്തറിയാവോ, ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. കാരണം എന്താണ്, നിന്നെ കറക്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. നീ നാളെ യാതൊരുവിധ ക്ലെയിമും പറഞ്ഞുകൊണ്ട് വരരുത്. ദൈവത്തിൻ്റെ അതായത് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം ക്ലെയിമാണ്. നമ്മുടെ സീറോ ക്ലെയിമിലേക്ക് എപ്പോഴും നമ്മൾ നിൽക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ക്ലെയിം നിൻ്റെ ദൈവ തിരുസന്നിധി നീ ഉയർത്തിയിട്ട് അവകാശവാദം ഉന്നതിക്കാൻ പറ്റുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി നിനക്ക് നിൻ്റെ യഥാർത്ഥ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ പ്രണയക്കടികളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രണയക്കണികൾ ഉള്ള ആൾക്കാർ വാട്സപ്പിലാണെങ്കിൽ അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം. അതായത് അല്ലെങ്കിൽ അവൾ പറയുന്ന സ്ഥലത്ത് നിങ്ങളെത്തണം. ഈ പ്രണയക്കണിയെ വീഴുന്ന മുമ്പ് നിങ്ങൾ സ്വതന്ത്രമായിരുന്നു. ഇപ്പോഴെന്നാ പറ്റും? അവൻ നിങ്ങളുടെ വാട്സാപ്പിൽ ടണ്ട് ടിക്കോട്ടോ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നീ പറയണത് അല്ലെങ്കിൽ അവൻ പറയണത് നീ കേട്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തും. അത് കുർബാനയാണെങ്കിൽ ശരി, ഇറങ്ങി വരാൻ പറഞ്ഞാൽ നീ ഇറങ്ങി ചെല്ലേണ്ടി വരും. കാര്യം നീ അങ്ങനെ ഇറങ്ങി ചെല്ലണ വാലാട്ടി പട്ടിയാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നീ പ്രണയക്കണി പെട്ടിരിക്കുന്നത്. അത് മറ്റൊരു പ്രലോഭനമാണ്. നീ ആരാണെന്ന് അറിയാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ചില സമയത്ത് വരും, ചില വിശ്വാസമായിട്ടും വരും. ഇത് പ്രലോഭനമെന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഒന്നാമത്തെ നമ്മളിത് അറിയത്തില്ലെന്നുള്ളതാണ് രസം. നമ്മൾ ഇത് അറിയത്തില്ല എപ്രകാരം നമ്മുടെ ക്ലെയിം ഷോർട്ട് ചെയ്ത് അത് സീറോ മൈനസ് ആക്കി കളയാൻ വേണ്ടി, ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സിറ്റുവേഷൻ തരും പ്രലോഭനത്തിൻ്റെ. നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കുടുങ്ങിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ രണ്ടാം സ്ഥാനമായി പോകും. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നമുക്ക് ദൈവതിരുസന്നിധി ക്ലെയിം പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രലോഭനം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ ചുമ്മാ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങളിങ്ങനെ അപ്പിളിപ്പിളി കളിച്ച് ആ പ്രാർത്ഥന കുളമാക്കി കളയും. പക്ഷേ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സംഭവമാണ് ഈശോ ട്രേസ് ചെയ്തത്. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ മറന്ന് ജീവിക്കാൻ, നിന്റെ വചനങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കിടവരുത്തരുതേ. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ, സംരക്ഷിക്കണമേ. എന്താ പ്രശ്നം എന്ന് അറിയാമോ? മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞ ഇതാണ്. ബൈബിൾ പറയും മറ്റു വസ്തുക്കൾ. വചനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കും. ക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തുവും പിതാവും നമ്മൾ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. കൈയടിച്ച് സ്തുതിക്കട്ടെ. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്.
ദയയാ ദൈവദയയാ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനേ വീണ്ടെടുപ്പു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം മഹത്വം ആരാധന നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ ഒരു ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരം വെച്ചുകൊണ്ട് ഈ ധ്യാനം എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇടിപ്പഴ പോലെ കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്ന വലിയ സ്വർഗീയ നിമിഷമാണ്. കർത്താവേ, നിന്നെ വാഴ്ത്തുന്നു കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ശ്രുതികടേ, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഹല്ലേലൂയ 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 നിനക്ക് വേണ്ടി തിരുവിടാവിൽ മെരുവേറ്റവനെ, നിനക്ക് വേണ്ടി മിൾക്കിടം ചൂടിയവനെ, നിന്നെ മിൾക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങനെ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. വൈദാക്കാലം പോലെ അടിപ്പിടൽ പോലെ മാരക രോഗങ്ങള്, തീരാവേദികള്, കുടൽ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ഇപ്പം ഭ്രാന്തി രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. സത്യാലല്ല ശ്രുതികളെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ സത്യാലല്ല ശക്തിയാലല്ല താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. വീണ്ടും ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈവച്ചുകൊണ്ട് വലത് കൈ ശേഷം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥന നിന്നോട് ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കുക. നിന്റെ മകളാകാം, അയൽവാസിയാകാം, ബന്ധുവാകാം, സ്വന്തമാകാം, അയൽവാസി ആരായാലും നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാകാം, അവർക്ക് വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയില്ലാത്ത അവസ്ഥയാകാം, അവർ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥയാകാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം, ആന്തരിക അവയവങ്ങൾ രോഗങ്ങളുള്ളവരാകാം, വിദേശത്തു നിന്ന് പോരാൻ പറ്റാത്തവരാകാം, തിരിച്ചു പോകാൻ പറ്റാത്തവരാകാം, രേഖാമൂലമുള്ള തടസ്സമാകാം. എന്ത് തടസ്സമായാലും ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ഉടമ്പടി നൽകിയ മാതാവിൻ്റെ മാധ്യസ്ഥതയിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് ഈ അൽത്താറെ നടന്നിട്ടുള്ള 10,000 ആരാധന ശക്തിയാൽ ഈശോയുടെ ഉന്നതമായ നാമത്തില് ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ട് വ്യക്തിയോടെ ചെയ്യുന്ന എല്ലാ മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിതദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ
ശക്തിയാലല്ല നിന്റെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്